CPM നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ വരുന്നത് അഴിമതി നടത്താൻ ഏറ്റവും വലിയ മാർഗം അതിനകത്ത് വെച്ച് അഴിമതി നടത്തിയാൽ ഓടിയിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തിൽ അവരതിന് വെളി കൊടുത്തിട്ട് 1 കോടി രൂപയും ആ ഗേറ്റിന് 20 ലക്ഷം രൂപയും. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണം. ഇവിടുത്തെ പാവപ്പെട്ട രോഗികളോട് ചോദിക്കണം. ഇവിടെ IP വാർഡ് ഒരു വിഷയം ഉണ്ടായി. വിഷയം ഈ മുറിവ് തുന്നിക്കെട്ടാൻ നടക്കുന്ന നൂല് സംസ്കരിക്കേണ്ട ബാധ്യതയുള്ള അധികാരികൾ ഒരു തരത്തിലും അതിന് മുതിരാതെ ഇന്ന് അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മൃതദേഹങ്ങളോട് ഇവിടെ വരുന്ന രോഗികളോട് അതിന് പണം വാങ്ങുന്നു. ഇവിടുത്തെ സർക്കാരിന്റെ ചെലവിൽ വരുന്നതാണ്, അതിന് ഇവര് പണം വാങ്ങുന്നു. ഇവിടുത്തെ ലാഭത്തിന് സംവിധാനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെതാണ്. അതേപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ സർക്കാർ എന്നിട്ട് അതിന് പണം വാങ്ങുന്നു. ഇങ്ങനെ വാങ്ങിയ പണം ഇവിടെ അനധികൃതമായി നിയമിച്ച DYFI-ക്കാർക്കും അതുപോലെ തന്നെ CPM-കാർക്കും ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥ അത് മാറണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതൊരു തുടർ സമരത്തിന്റെ ഭാഗമാണ്. ഇവിടെ വരുന്ന നൂറുകണക്കിനായിട്ട് 1000-ഓളം സ്വകാര്യ ആശുപത്രികളുണ്ട്. കാരിത്താസ് ഉണ്ട്, മാതയുണ്ട്, കിംസ് ഉണ്ട്, മെഡിക്കൽ സെന്റർ ഉണ്ട്, മിറ്റേരയുണ്ട്, നിരവധി. അവിടെയൊക്കെ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അവിടെയൊക്കെ പണമുള്ളവന് ചികിത്സിക്കാറുണ്ട്. ഇവിടെ അതിനേക്കാൾ രോഗികൾ വരുന്നു. ഒരു കഴിഞ്ഞ അവിടുത്തെ ജീവനക്കാർ നമ്മോട് പറഞ്ഞു, ഞങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടർമാരോട് പോയി 800 രൂപ ഉടൻ കെട്ടി ആളുകൾ കൊടുത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ദിനപത്രത്തിൽ അത് സംബന്ധിച്ച് വാർത്ത വരികയും മലങ്കര സഭ പിറ്റേ ദിവസം 90,000 രൂപ ഇവിടെ അടച്ചിട്ടാണ് ഇവിടെ ഓപ്പറേഷൻ നടന്നത്. ഇവിടെ വരുന്നൊരു അപ്പോഴേ കൊടുത്തു എന്റെ പോക്കറ്റിൽ കൊടുത്തു. ഇന്ന് വൈകുന്നേരം ICCയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ന് മാർച്ച് നടത്താത്തവിടുത്തെ എന്താ പറയുന്നത് ഈ സ്ഥലപരിമിതികളുണ്ടാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ അതേപോലെ ഏറ്റവും സംഖ്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1 രൂപ എന്നുള്ളത് 2 രൂപയാണ് ഏറി അടിച്ച് നശിപ്പിച്ചവരാണ് ഇവിടുത്തെ DYFI-ക്കാരൻ. അവരുടെ ശബ്ദം കേൾക്കാനില്ല. അവർക്ക് ഏറ്റവും പ്രധാനം എങ്ങനെയെങ്കിലും തനിക്കോ നിങ്ങൾക്കൊന്നൊക്കെ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ കഴുത്തിൽ ഐഡന്റിറ്റി കാർഡ് തൂക്കി ഇവിടെ ഇൻഷുറൻസിൽ വരുന്ന പൈസ ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ഇൻഷുറൻസിനായിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന മെഡിക്കൽ കോളേജാണിത്. ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഒരു പരിധി വരെ അവിടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജില് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഭാഗിക